നിയമസഭാ സമ്മേളനത്തിലേക്ക് തന്നെയാണ് ആദ്യം പോകുന്നത്. From the side of the special investigation team to establish any positive involvement on the part of the petitioner in the alleged irregularities. Yes. Not even an iota of evidence എന്നാണ് കോടതി ഉപയോഗിച്ചത്. അത് തന്നെയാണ് മലയാളത്തിൽ ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങളേതായി ഒന്നും പറഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ സാർ ഈ തന്ത്രിക്ക് പ്രത്യേക പരിഗണന വേണമെന്ന് ഞങ്ങൾ പറഞ്ഞതല്ല. കോടതി അദ്ദേഹത്തെ സ്വാഭാവിക ജാമ്യത്തിൽ വിട്ടപ്പോൾ ആ കാര്യം കോടതി പറഞ്ഞ കാര്യം ഞങ്ങൾ പരാമർശിച്ചു, അത്രയേ ഉള്ളൂ സാർ. അതുകൊണ്ട് തന്നെയാണ് തെളിവിന്റെ കണിക പോലും ഇല്ലാതെ ഒരു വ്യക്തിയെ ജയിലിലിടുന്നത് നിയമവിരുദ്ധമാകുന്നത് എന്ന് ഞങ്ങൾ പറഞ്ഞത്. സാർ, ഈ തന്ത്രിയെ 40 ദിവസം അനാവശ്യമായി ജയിലിലടച്ചതിന്റെ ഉത്തരവാദിത്വം ആർക്കാ? ഈ ഗവൺമെന്റ് സംസ്ഥാനത്തെ ജനങ്ങളോട്, വിശ്വാസികളോട് ഉത്തരം പറയേണ്ട ഒരു കാര്യമാണ്. ആ ഉത്തരം ഗവൺമെന്റ് പറയാൻ സാധിക്കുമോ സാർ? അതോടൊപ്പം തന്നെ ഞങ്ങൾ സാർ ഇതിന്റെ ഒപ്പം തന്നെ ജയിലിൽ കിടന്ന ആളുകളെല്ലാം 90 ദിവസം കഴിഞ്ഞപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിപ്പോന്നു. മിക്കവാറും എല്ലാവരും തന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളുകൾ ഇറങ്ങിപ്പോരുന്ന പോലെ ഇറങ്ങിപ്പോരുകയാണ് ഉണ്ടായത്. ഗവൺമെന്റ് വീഴ്ച കൊണ്ട് മാത്രമാണ് സംഭവിച്ചത് സാർ. അതുപോലെ തന്നെ ഹൈക്കോടതി പറഞ്ഞ ഒരു കാര്യമുണ്ട്. 2024 ഫേക്ക് അർജൻസി ഉണ്ടാക്കി ചെന്നൈയിലേക്ക് ശില്പങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്ന്. അപ്പൊ അതിനകത്ത് ഇന്നത്തെ മന്ത്രിക്കും അതുപോലെ ദേവസ്വം ബോർഡിനും ഈ കാര്യത്തിൽ ഉത്തരവാദിത്വം ആർക്കും നിഷേധിക്കാൻ സാധ്യമല്ല സാർ. അതുപോലെ CPM നേതാക്കന്മാരുൾപ്പെടെ ജയിലിലായപ്പോൾ ഗവൺമെന്റുമായി ആചാര ലംഘനത്തിന്റെ കാര്യത്തിലും യുവതീ പ്രവേശനത്തിന്റെ കാര്യത്തിലും സഹകരിച്ചില്ല. ഗവൺമെന്റ് നിലപാടിന് എതിരായ നിലപാട് സ്വീകരിച്ചു എന്നുള്ളതിന്റെ പകപോക്കലാണ് തന്ത്രിക്ക് നേരെ പ്രയോഗിച്ചത് എന്നുള്ള ആക്ഷേപമുണ്ട് സാർ. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ദേവസ്വം മന്ത്രി രാജിവെക്കണം, അതുപോലെ തന്നെ SIT-യിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ അവസാനിപ്പിക്കണം എന്നുള്ള ആവശ്യത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. ഇന്ന് സഭ അവസാനിക്കുന്ന ദിവസമാണ് സാർ. ഈ മന്ത്രി രാജിവെച്ചാൽ എത്ര സ്മൂത്തായി ഈ മന്ത്രിസഭ കൊണ്ടുപോകും. ഈ സഭാ സമ്മേളനം നമുക്ക് അവസാനിപ്പിച്ച് പോകാൻ സാധിക്കും. അതല്ലെങ്കിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തെ ഒഴിവാക്കിയാൽ പോരെ. ഏതായാലും ഞാൻ ഒറ്റ കാര്യം കൂടി പറഞ്ഞു നിർത്താം സാർ. ഇന്നലെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി പറഞ്ഞപ്പോ ആസാം PCC പ്രസിഡന്റ് ഭൂപൻ കുമാർ ബോറ BJP ചേർന്ന് ഇവിടെ പറഞ്ഞു. അദ്ദേഹം അതിൽ ദുഃഖം പ്രകടിപ്പിച്ചു. തീർച്ചയായിട്ടും അദ്ദേഹം ആ പറഞ്ഞതിനോട് ഞങ്ങൾക്ക് യോജിപ്പാണ് സാർ. അതിനൊപ്പം തന്നെ ഒരു കാര്യം കൂടിയുണ്ട്. അദ്ദേഹം മനസ്സിലാക്കാതെ പോയ കാര്യം, അവിടെ അദ്ദേഹം തിരിച്ചു വന്നു എന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് വാർത്ത. അതെ, പക്ഷെ ഇന്നലെ പത്രത്തിലൊരു വാർത്ത വന്നു. ഭൂപൻ കുമാർ CPM-ന്റെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ ഡയമണ്ട് ഹാർബർ നിയോജകമണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിരുന്നു. അവിടുത്തെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം CPM വിട്ട് തൃണമൂലിൽ ചേർന്നു. BJP-യെ നേരിടാൻ CPM-ന് സാധ്യമല്ല. സാർ, ഞങ്ങൾ ഈ സഭാ നടപടികളിൽ സഹകരിക്കും എന്നൊരിക്കൽ കൂടി അറിയിക്കും. സാർ, ഞങ്ങൾ അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങളെല്ലാം നിശബ്ദമായി ഇവിടെ കേട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന കാര്യങ്ങളും കേൾക്കാനുള്ള പ്രാഥമികമായ മര്യാദ അദ്ദേഹം ഇപ്പോ സഭയിൽ 2 ദിവസമായി ലീഡ് ചെയ്യുകയാണ് പ്രതിപക്ഷത്തെ. അങ്ങ് പറഞ്ഞ കാര്യങ്ങളെല്ലാം സഭ ശ്രദ്ധാപൂർവം കേട്ടതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് കേൾക്കാനുള്ള ക്ഷമ അങ്ങയുടെ അനുയായികൾക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കും, നന്നായിരിക്കും. സാർ, അദ്ദേഹം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇന്നലെയും ഈ സഭയിൽ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. സാർ, ഇതിനകത്തൊരു ചട്ടം 63 ഉണ്ട് സാർ. ചട്ടം 63 അദ്ദേഹത്തിന് അറിയാവുന്നതാണ്. ചട്ടം 63 എന്ന് പറഞ്ഞാൽ സാർ, മന്ത്രിസഭയ്ക്കെതിരായ അവിശ്വാസ പ്രമേയം സാർ, ഈ പ്രതിപക്ഷം ഈ വെല്ലിലിരുന്നും അവിടെ ഇരുന്നും ആവശ്യപ്പെടുന്നതും അങ്ങിപ്പോ വളരെ വിനയത്തോടുകൂടി ആവശ്യപ്പെട്ടതും മന്ത്രി രാജിവെക്കണം, മന്ത്രിസഭയ്ക്കകത്തുള്ള അവിശ്വാസം നിങ്ങൾക്ക് ഈ 5 വർഷം സാർ ധൈര്യപൂർവം ഒരു അവിശ്വാസം ഈ സഭയ്ക്കകത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞോ? എന്തേ നിങ്ങൾ ഈ നിയമസഭയുടെ ഈ ചട്ടം ഉറപ്പ് നൽകുന്ന അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ ധൈര്യമില്ലാതെ പോയത്? അവര് കാരണം അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ
തുറന്നു കാട്ടപ്പെടുന്നത് ഭരണപക്ഷമായിരിക്കില്ല, തുറന്നു കാട്ടപ്പെടുന്നത് പ്രതിപക്ഷം മാത്രമായിരിക്കും. സാർ ഇപ്പൊ അദ്ദേഹം ഒരു മന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞല്ലോ. ഞങ്ങൾ ഇപ്പൊ 5 വർഷം പൂർത്തീകരിക്കാൻ പോവുകയാണല്ലോ സാർ. ഞങ്ങൾ ഈ നിരന്നിരിക്കുന്ന മന്ത്രിമാരുണ്ടല്ലോ, ഞങ്ങളിൽ ആരുടെയെങ്കിലും പേരിൽ ഈ 5 വർഷത്തെ നിയമസഭയിൽ നിങ്ങൾക്കൊരു അഴിമതി ആരോപണം കൊണ്ടുവരാൻ കഴിഞ്ഞോ? ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ് എന്ന് ഞങ്ങളുടെ മുഖ്യമന്ത്രി പറയുമ്പോ നിങ്ങൾ അധിക്ഷേപിക്കില്ലേ? എന്നാൽ ഈ 5 വർഷം നിങ്ങൾക്ക് ഈ സഭയിൽ ഞങ്ങളുടെ മന്ത്രിമാർക്കെതിരെ ഒരു അഴിമതി ആരോപണം ഉന്നയിച്ച് ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ നിങ്ങൾക്ക് എന്തേ കഴിയാതെ പോയി? കാരണം അങ്ങനെ ഒരു ആരോപണത്തിന്റെ കണിക പോലും ഉണ്ടാകാവുന്ന ഒരു കാര്യവും ഈ മന്ത്രിസഭയ്ക്കകത്ത് ആരും ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്കും ഉറപ്പുള്ളത് കൊണ്ടാണ് സാർ. ഈ ഗവൺമെന്റ് ജനങ്ങൾ അഭിമുഖീകരിക്കുന്നത് ഈ ഗവൺമെന്റ് ജനങ്ങൾ അഭിമുഖീകരിക്കുന്നത് പ്രകടന പത്രികയ്ക്കകത്ത് നൽകിയ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചു എന്ന ആത്മവിശ്വാസത്തോടെയും അഭിമാനത്തോടു കൂടിയാണ് സാർ. ഇവിടെ ഇപ്പോ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഇരിക്കുന്നുണ്ടല്ലോ. ഇന്ന് ബഹുമാനായ മുഖ്യമന്ത്രി 5 ലക്ഷം വീടുകൾ കേരളത്തിൽ പൂർത്തീകരിക്കുന്ന പ്രഖ്യാപനം നടത്തുകയാണ്. നിങ്ങളുടെ വീടുകളല്ല സാർ. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വയനാടിന്റെ മുൻ MP, ഇപ്പോ മറ്റൊരു മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന MP, പ്രിയങ്ക ഗാന്ധി എന്ന വയനാടിന്റെ MP, 1 രൂപ അവിടത്തെ വയനാട് ദുരന്തത്തിന് നൽകാൻ കഴിഞ്ഞോ? ഇടതുപക്ഷത്തിന് MP മാർ നൽകിയില്ലേ? 1 രൂപ അവർ നൽകിയോ? നിങ്ങളിവിടെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ വീടിന് വേണ്ടി പിരിച്ച പണം, ആ പണം എവിടെ പോയി? നിങ്ങൾക്ക് എന്തുകൊണ്ട് ആ പണം ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി വിനിയോഗിക്കാൻ കഴിഞ്ഞില്ല? അപ്പൊ അങ്ങേയറ്റം നിങ്ങൾക്കെതിരെയാണ് സാർ യഥാർത്ഥത്തിൽ അവിശ്വാസം നിൽക്കുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും കഴിവുകെട്ട നിരുത്തരവാദപരമായി പെരുമാറുന്ന നശീകരണാത്മകമായ പ്രതിപക്ഷമാണ് ഈ നിയമസഭയ്ക്കകത്തുണ്ടായത് എന്ന് നിങ്ങൾ കാണണം. അതുകൊണ്ടാണ് സാർ ഞങ്ങൾക്കെതിരെ ഈ നിയമസഭയുടെ ചട്ടം അംഗീകാരം നൽകുന്ന ഒരു അവിശ്വാസ പ്രമേയം പോലും കൊണ്ടുവരാൻ ധൈര്യമില്ലാതെ ഇവിടെ ഇരുന്ന് മുദ്രാവാക്യം വിളിക്കുന്ന ആളുകളായി മാത്രം മാറി. സാർ ജനങ്ങൾ ഇത് കാണും. അദ്ദേഹം പറഞ്ഞല്ലോ, ഹൈക്കോടതി ഞങ്ങൾ വിജിലൻസ് കോടതി പറഞ്ഞത് മാത്രമേ സൂചിപ്പിച്ചിട്ടുള്ളൂ. സാർ ഗവൺമെന്റ് ഞങ്ങൾ പലതവട്ടം സൂചിപ്പിച്ചു, ഈ നിയമസഭയ്ക്കകത്ത് തന്നെ അവതരിപ്പിച്ചു. ഡിവിഷൻ ബെഞ്ചിന്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണം. ആരാ തന്ത്രിയെ കുറിച്ച് പറഞ്ഞത്? നിങ്ങൾ BJPക്ക് സംഭാവന ചെയ്ത ഒരാളുണ്ടല്ലോ, KS രാധാകൃഷ്ണൻ. അങ്ങേക്ക് നന്നായിട്ട് അറിയാലോ, നിങ്ങൾ സംഭാവന ചെയ്ത ആളാണല്ലോ KS രാധാകൃഷ്ണൻ. അദ്ദേഹം എന്താ തന്ത്രിയെ കുറിച്ച് പറഞ്ഞത്? ഞങ്ങൾ പറയുന്നു തന്ത്രി കുറ്റക്കാരനാണോ കുറ്റക്കാരനല്ലയോ എന്നതിൽ ഗവൺമെന്റിന് അഭിപ്രായമേ ഇല്ല. ഇതിനകത്തെ ആരാണെങ്കിലും കുറ്റക്കാരനാണോ അല്ലയോ എന്നതിലും ഞങ്ങൾക്ക് അഭിപ്രായമില്ല. സ്വതന്ത്രമായ അന്വേഷണം ഡിവിഷൻ ബെഞ്ച് നടത്തുന്നു. അങ്ങയുടെ അഭിപ്രായത്തിൽ ഹൈക്കോടതിക്ക് മുകളിലുള്ള സുപ്രീം കോടതിയാണോ വിജിലൻസ് കോടതി? അങ്ങനെയാണോ വിജിലൻസ് കോടതി? ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം, ഡിവിഷൻ ബെഞ്ചിന്റെ ഓപ്പൺ കോർട്ടിനകത്തുള്ള ഒബ്സർവേഷൻ അല്ല, ഓർഡറിനകത്ത് ഹൈക്കോടതി പറയുന്നു കുറ്റമറ്റ അന്വേഷണം, ശരിയായ വിഷയമുള്ള അന്വേഷണം. കുറ്റപത്രം വെറുതെ കൊടുക്കലല്ല, കുറ്റപത്രം കുറ്റമറ്റ രീതിയിൽ കൊടുക്കാനാണ് അന്വേഷണ സംഘം ശ്രമിക്കുന്നതെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറയുമ്പോ അതിന് മുകളിൽ വിജിലൻസ് കോടതിയുടെ പരാമർശം വരുന്നു. അത് എമ്പാടും നോക്കട്ടെ കോടതി, ഹൈക്കോടതി നോക്കട്ടെ. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറയുന്നു ഈ അന്വേഷണ സംഘം വേണ്ട. ആയിക്കോട്ടെ, ഞങ്ങൾ കൊടുത്ത പേരുകളല്ലല്ലോ, അവർ നിശ്ചയിച്ച പേരുകളല്ലേ. ഹൈക്കോടതി അന്വേഷണ സംഘം പറയുന്നു ഈ അന്വേഷണം തെറ്റാണ്. ആയിക്കോട്ടെ, പക്ഷെ ഇതുവരെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറയുന്നു ഏറ്റവും ശരിയായ അന്വേഷണം, ഏറ്റവും ശരിയായ രൂപത്തിൽ പോകുന്നു. ഇപ്പൊ നിങ്ങൾ ഇവിടെ സാർ ബഹുമാനായ പ്രതിപക്ഷ മേധാവ് എല്ലാവരും കോടതിയിലേക്ക് ഓടിപ്പോകുന്നവരാണല്ലോ. ഇതിനകത്ത് കോടതിയിൽ പോകാൻ വരുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്കൊരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ ധൈര്യമില്ല എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ കൊടുത്ത എല്ലാ കേസുകളും നീതിന്യായ പീഠത്തെ വലിച്ചെറിഞ്ഞു കളഞ്ഞ അനുഭവമില്ലേ? K4 ആകാം, അല്ലെങ്കിൽ AA ക്യാമറയാകാം, ഏത് കേസുകളാണെങ്കിലും പ്രതിപക്ഷ മേധാവിന് പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ എന്ന് ചോദിച്ചത് ഞങ്ങളല്ല. അവരെ കൊണ്ടിരുത്തിയാൽ നമുക്ക് ചർച്ച ചെയ്യാം. അവരെ കൊണ്ടിരുത്തിയാൽ മതി എന്ന് ചോദിച്ചത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് സാർ. അപ്പൊ ഇത്രയും കഴിവുകെട്ട പ്രതിപക്ഷം ശരിയായ രൂപത്തിൽ ജനങ്ങൾ നൽകിയ ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ പൂർണ്ണമായും പരാജയപ്പെട്ട നശീകരണാത്മകമായ പ്രതിപക്ഷം കേരളത്തിന് പിന്നാണ്.
സാർ ഇവർ ഞങ്ങൾക്കെതിരല്ല, ഇവർ കേരളത്തിനെതിരാണ്. Yes, yes. കേരളത്തിന്റെ എല്ലാ മല്ല പദ്ധതികൾക്കും എതിരാണ്. വയനാടൻ തുരങ്കപാത പറ്റില്ല, ദേശീയപാത വീതി കൂട്ടൽ പറ്റില്ല, വിഴിഞ്ഞം തുറമുഖം പറ്റില്ല, കിഫ്ബി പറ്റില്ല, അതേപോലെ തന്നെ ലൈഫ് പദ്ധതി പറ്റില്ല. Yes, yes. എല്ലാത്തിനെയും എതിർത്ത നശീകരണാത്മകമായ പ്രതിപക്ഷമാണ്. പാഠപുസ്തകം Yes, please, please. സാർ പാഠപുസ്തകത്തെ കുറിച്ച് പറഞ്ഞത് എന്തിനാണ് പാഠപുസ്തകം? Yes, yes. ബഹുമാനായ ശ്രീ രമേശ് ചെന്നിത്തല പറയാണ് എന്തിനാണ് ഈ പേപ്പർ കമ്പനി ഏറ്റെടുത്തത്? അത് കേന്ദ്രം അടച്ചുപൂട്ടിക്കൂടെ? ഇങ്ങനെയുള്ള ഈ പ്രതിപക്ഷം കേരള സമൂഹത്തിന് മുൻപിൽ തുറന്നു കാട്ടപ്പെടും. അതുകൊണ്ട് നിങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ ഇടമില്ലാത്തവരായി മാറാൻ പോകുന്നത് നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം എന്ന് ഈ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. Yes, yes. Parliamentary. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.